നമസ്കാരം. മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് അറസ്റ്റിലാകുമോ? യെസ്, അറസ്റ്റിലാകുമെന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം. എന്താണ് ഇത്രയും കൃത്യമായി പറയുന്നതിന് കാരണം എനിക്കെതിരെ അവർ കൊടുത്ത കള്ളപ്പരാതിയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് കള്ളപ്പരാതി കൊടുത്തത്? പിണറായി വിജയന് വേണ്ടിയിട്ടാണ്. അതായത് 2021 ഡിസംബർ 1 ഉച്ചയ്ക്കാണ് എന്നെ വീണ ജോർജിൻ്റെ സെക്രട്ടറി സജീവൻ്റെ പരാതിയിൽ എന്നെ അറസ്റ്റ് ചെയ്യുന്നത്. ആ അറസ്റ്റ് ചെയ്യുന്നതിന് ആസ്പദമായിട്ടുള്ള കാര്യം ഞാൻ ചെയ്ത വീഡിയോ ആണ്. വീണ ജോർജിനെക്കുറിച്ച് ചെയ്ത വീഡിയോ ആണ്. യഥാർത്ഥത്തിൽ ആ വീഡിയോയ്ക്ക് കാരണം എന്താണ്? ഞാൻ വീഡിയോ ചെയ്യാൻ കാരണം അതിൽ പറയുന്നത് വീണ ജോർജിൻ്റെ ചൂടൻ കിടപ്പറ രംഗങ്ങൾ അടങ്ങിയ വീഡിയോ സത്യമെന്ത് എന്നുള്ള പേരിലാണ് ഞാനൊരു വീഡിയോ ചെയ്തത്. ആ വീഡിയോ ചെയ്യാനുള്ള കാരണം എനിക്ക് വന്ന ഒരു കത്താണ്. കത്തിൽ എന്താണ് പറയുന്നത്? നിങ്ങളുടെ കൈവശം വീണ ജോർജിൻ്റെ ചൂടൻ കിടപ്പറ രംഗങ്ങൾ അടങ്ങിയ വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോ തരികയാണെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ തരാം, എത്രയാണോ ചോദിക്കുന്നത് തരാമെന്ന് പറഞ്ഞിട്ടാണ് എനിക്കൊരു കത്ത്. ഇതൊരു ട്രാപ്പായിരുന്നു. ആ ട്രാപ്പ് പൊളിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്? എൻ്റെ കൈവശം അങ്ങനെ ഒരു വീഡിയോ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ പറയുന്ന കത്തിലെ വരികൾ വായിച്ച് ഞാൻ പറഞ്ഞു എൻ്റെ കൈവശം അങ്ങനെ ഒരു വീഡിയോ ഇല്ല. എൻ്റെ കൈവശം അങ്ങനെ വീഡിയോ ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്കെതിരെ എന്ത് നടപടിയാണ് എടുക്കാൻ പറ്റും? അതിനാസ്പദമായൊരു കാര്യം എന്താണ്? എന്നെ വീണ ജോർജിൻ്റെ ചൂടൻ കിടപ്പറ രംഗങ്ങൾ അടങ്ങിയ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുത്തന്നെ വിളിച്ചിട്ട് എന്നോട് പറയുകയാണ്, ഇത് വലിയൊരു സംഭവമാണ്, വലിയ ഹൈ എക്സ്പ്ലോസീവ് ബോംബാണ്, ആനയാണ് കുതിരയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്നെ ട്രാപ്പിൽ പെടുത്താനുള്ള പരിപാടിയാണ്. അതിന് മുമ്പേ തന്നെ എനിക്ക് വീണ ജോർജിൻ്റെ ഓഫീസിൽ നിന്ന് ചില വിവരങ്ങൾ കിട്ടിയിരുന്നു. എന്നെ കൊടുക്കാൻ വേണ്ടി പിണറായി വിജയനും അതേപോലെ മുഹമ്മദ് റിയാസും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. വീണ ജോർജിനെയാണ് ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി എന്നെ ട്രാപ്പിൽ പെടുത്താൻ ഉള്ള പ്ലാനുണ്ട്. അപ്പോൾ എനിക്കിത് നേരത്തെ തന്നെ ഒരു സൂചന കിട്ടിയോണ്ട് ഞാൻ വളരെ ശ്രദ്ധാലുവായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ ഒരാൾ വിളിച്ചിട്ട് അടിയന്തരമായിട്ട് നിങ്ങളെ കാണണം, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഇത് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ ഹൈ എക്സ്പ്ലോസീവ് ബോംബാണ്, ആനയാണ് കുതിരയാണെന്നൊക്കെ പറഞ്ഞത്. ഇപ്പോൾ എനിക്കത് നേരത്തെ ആ പറഞ്ഞ ഒരു വാചകം ഇതും കൂടെ കൂട്ടി വായിച്ചപ്പോൾ എന്നെ വീഴ്ത്താൻ വേണ്ടിയുള്ള അഭ്യാസമാണ് നടത്തുന്നത് എന്ന് എനിക്ക് ബോധ്യമായി. ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ട്. എന്നെ നിരന്തരമായി അവർ പല നമ്പറിൽ നിന്ന് വിളിച്ചിട്ട് അവസാനം ഞാൻ അത് മൈൻഡ് ചെയ്യാതെയായി. പക്ഷേ ഒരു ദിവസം ഉച്ചയ്ക്ക്, അതായത് 2021 നവംബർ 25-26 തോന്നുന്നു, എൻ്റെ ഓർമ്മ കേട്ടോ, നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, എൻ്റെ ആ മൊബൈലിലുണ്ട്. എന്നെ വിളിച്ചിട്ട് ഞാൻ എവിടെയുണ്ടെന്ന് വെച്ചപ്പോൾ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുകയാണ്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയാണ്. കലൂരിലായിരുന്നു ഓഫീസ്, കലൂർ ഫ്രീഡം റോഡിലായിരുന്നു ഓഫീസ്. ഇറങ്ങുന്ന സമയത്താണ്, കാറിൽ ഞാൻ കയറി നിൽക്കുന്ന സമയത്താണ് എന്നെ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഞാൻ വരികയാണ്, ഏത് ഭാഗത്താണ് നിൽക്കുന്നത് വെച്ചപ്പോൾ ഞാൻ മുന്നോട്ട് നീങ്ങി റൈറ്റിലേക്ക് തിരിഞ്ഞാൽ അവിടെ ഉണ്ട് ഒരു ബൈക്കിലാണ് വന്നത്, ഹെൽമെറ്റ് ധരിച്ച ഒരാളാണ്, ഹെൽമെറ്റ് ഇട്ട ഒരാളാണെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഇന്ന ബൈക്കാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗത്തിലെത്തിയപ്പം ബൈക്ക് എന്ത് ചെയ്തു, എൻ്റെ കാറിൻ്റെ സൈഡിലേതാക്കി എൻ്റെ അടുത്ത് പെൻഡ്രൈവ് തന്നിട്ട് പറഞ്ഞു, കവർ തന്നിട്ട് പറഞ്ഞു, ഇത് ഹൈ എക്സ്പ്ലോസീവ് ബോംബാണ്, പെട്ടെന്ന് പ്രസിദ്ധീകരിച്ചോളൂ ആന്ന് പറഞ്ഞപ്പോൾ അയാൾ ധൃതിയും മിന്നൽ വേഗത്തിൽ പോവുകയും ചെയ്തു. അപ്പോഴേ എനിക്ക് ഒരു കത്തിയിരുന്നു. ഞാൻ ആ വീഡിയോ ഇതിൻ്റെ അകത്തുള്ള മെറ്റീരിയൽസ് സെക്ഷൽ എക്സ്പ്ലിസിറ്റായ വീഡിയോ ഞാൻ പ്രസിദ്ധീകരിക്കില്ല എന്നുള്ള ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എൻ്റെ കമ്പ്യൂട്ടറിലിട്ടതിട്ട് കഴിഞ്ഞാൽ നാളെ തെളിവായിട്ട് മാറും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇതൊന്ന് പരിശോധിക്കണം. എൻ്റെ സുഹൃത്തിനോട് ഞാൻ വിളിച്ചു പറഞ്ഞു, ഒരു ലാപ്ടോപ്പ് കൊണ്ടുവരണം. അദ്ദേഹം നേരം ദൂരെ യാത്രയിൽ പോയതായിരുന്നു, മടങ്ങി വരുമ്പം നേരിട്ട് കാണാമെന്നും പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, അളമാറിയിൽ ആരും അറിയാതെ വളരെ രഹസ്യമായി അത് സൂക്ഷിച്ചു വെച്ചു. അതിൻ്റെ ഇടയിലാണ് ഈ കത്ത് വരുന്നത്. കത്തിൽ പറയുന്ന കാര്യം എന്താ, നിൻ്റെ കൈവശം വീണ ജോർജിൻ്റെ ഇങ്ങനെ ചൂടൻ കിടപ്പറ രംഗങ്ങളടങ്ങിയ വീഡിയോ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ എനിക്ക് അത്ഭുതമായി. കാരണം ഇത്രയും സാധനം എനിക്ക് തന്നത് വേറെ ആർക്ക് എങ്ങനെയാണ് കിട്ടുക? അപ്പോൾ വീണ ജോർജിൻ്റെ ഒരു ട്രാപ്പാണെന്ന് ഞാൻ അതപ്പോഴേ കരുതി. അങ്ങനെ ആ കത്തിനെ ആസ്പദമാക്കിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. ആ വീഡിയോയിൽ എന്താ പറയുന്നത്, വീണ ജോർജിൻ്റെ ചൂടൻ കിടപ്പറ രംഗങ്ങൾ അടങ്ങിയ വീഡിയോ സത്യമെന്നുള്ള ടൈറ്റിലാണ് കൊടുത്തത്. എന്നിട്ട് പറഞ്ഞു എൻ്റെ കൈവശം അങ്ങനെ ഒരു സാധനം ഇല്ല, എൻ്റെ കൈവശം ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അതാ വരുന്നു ഈ വീഡിയോയ്ക്കെതിരെ കേസ്. 2021 ഡിസംബർ 1 ഉച്ചയ്ക്ക് 1:30 മണിയാകുമ്പോൾ സൈബർ ക്രൈം പോലീസ് കൊച്ചിയിലെ ഏതാനും പോലീസ് ഉദ്യോഗസ്ഥന്മാരും രഞ്ജിത്ത് വിശ്വനാഥൻ എന്ന് പറയുന്ന SHOയും കൂടി വന്നിരിക്കുകയാണ്. നന്ദകുമാറിനെ കസ്റ്റഡി എടുക്കുകയാണ്.
അപ്പോൾ ഞാൻ പറഞ്ഞു അതിന് നിങ്ങൾക്ക് ഇൻസ്പെക്ഷൻ മെമ്മോ എടുക്കൂ, അതിന് നിങ്ങൾക്ക് ഇതുണ്ടോ നോട്ടീസ് തരണം എന്ന് പറഞ്ഞു. നോട്ടീസൊന്നും ആവശ്യമില്ല, അവിടെ തരാം അങ്ങനെ പറഞ്ഞിട്ട് അയാൾ നിർബന്ധപൂർവ്വം എന്നെ കൊണ്ടുപോകുമ്പോൾ ഞാൻ പറഞ്ഞു അത് നടക്കില്ല, ഞാൻ നിങ്ങളെ കൂടെ വരാം, എനിക്ക് യാതൊരു പ്രശ്നമില്ല, നിങ്ങൾ എന്നെ നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്താലും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്നാൽ എൻ്റെ മൊബൈൽ പിടിച്ചെടുത്തു. അങ്ങനെ എന്നെ കാറ് കയറ്റിയപ്പോൾ തന്നെ വീണ ജോർജ് ഉണ്ട് വിളിക്കുന്നു ആ പോലീസ് ഉദ്യോഗസ്ഥനെ. ഇപ്പോൾ വീണ ജോർജിൻ്റെ ട്രാപ്പാണെന്ന് എനിക്ക് കൃത്യമായി മനസ്സിലായി. നേരത്തെ റിയാസും പിണറായി വിജയനും വീണ ജോർജിനെ ഇത്തരം കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടെന്നുള്ള വിവരം കിട്ടിയത് സത്യമാണെന്ന് മനസ്സിലായി. പക്ഷെ അവിടെ പോലീസ് സ്റ്റേഷൻ എത്തിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഊണ് വേണം, പക്ഷേ നിങ്ങൾ ഊണ് കഴിക്കാൻ പോകുന്ന സമയത്താണ് നിങ്ങൾ എന്നെ പിടിച്ചു കൊണ്ടുപോയത്, അതുകൊണ്ട് എനിക്ക് ഊണ് വേണം. ഊണ് അപ്പോൾ തന്നെ എത്തിച്ചു തന്നു. ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞാൽ സത്യസന്ധനായ ഒരാളാണ്. പക്ഷേ മുകളിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്തു? കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ആ പരാതിയുടെ കോപ്പി കാണുന്നതാണ്. അപ്പം വീണ ജോർജിൻ്റെ സെക്രട്ടറി സജീവൻ്റെ പരാതിയാണ്, തലേ ദിവസം കൊടുത്ത പരാതിയാണ്. 2021 ഡിസംബർ വൈകുന്നേരം 4 മണിക്കാണ് ആ പരാതി കൊടുക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് വീണ ജോർജിനെക്കുറിച്ച് അപകീർത്തികരമായ വാർത്ത ഇതിനെതിരെ കേസ് എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഒറ്റ പരാതി. അപ്പം ഞാൻ പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞെന്താ അറിയോ, ഈ പറയുന്ന പരാതി നിങ്ങൾക്ക് കേസ് എടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധീകരിച്ചു എന്നാണ്. അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധീകരിച്ചു പറഞ്ഞാൽ ഡിഫമേഷൻ കേസാണ്. വീണ ജോർജിന് വേണമെങ്കിൽ നേരിട്ട് ഒരു പരാതി കോടതിയിൽ കൊടുക്കാം, അല്ലാതെ പോലീസ് സ്റ്റേഷനൊന്നും കേസ് എടുക്കാൻ പറ്റില്ല. അപ്പം എന്നോട് പറഞ്ഞു FIR ഇട്ട് പോയി. അപ്പം ഞാൻ പറഞ്ഞു എങ്ങനെ FIR ഇടുക? നിങ്ങളെ വീഡിയോ കണ്ടിട്ട് FIR. ഞാൻ പറഞ്ഞു വീഡിയോയിൽ അതിന് സെക്ഷൽ എക്സ്പ്ലിസിറ്റായ ലൈംഗിക ബന്ധങ്ങളെക്കുറിച്ച് പറയുന്ന സെക്ഷൽ ആക്ടിനെ കുറിച്ച് പറയുന്ന ഒരു വിവരണമുള്ള ഒരു വീഡിയോ ഇല്ലല്ലോ, വിവരണവും ഇല്ലല്ലോ. എൻ്റെ കൈവശം അങ്ങനെ ഒരു വീഡിയോ വീണ ജോർജിനെ കുറിച്ചുള്ള ഇങ്ങനെ ഒരു വീഡിയോ എൻ്റെ കൈവശമില്ല എന്നല്ലേ പറഞ്ഞത്, പിന്നെ എങ്ങനെ കേസ് എടുക്കാമെന്ന് വെച്ചു. അദ്ദേഹത്തിന് ഉത്തരം മുട്ടി. അദ്ദേഹം പറഞ്ഞു എത്രയും വൈകി ഞാൻ കോടതി ഹാജരാക്കാമെന്ന് പറഞ്ഞെങ്കിൽ അദ്ദേഹം എന്ന് പറഞ്ഞു എന്നെ ഉടനെ തന്നെ കോടതി ഹാജരാക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു. പക്ഷേ മെഡിക്കൽ ചെക്കപ്പ് നടത്തുന്നു. പക്ഷേ കോടതിയിലെത്തുന്നതിന് മുമ്പ് പിന്നെ മുകളിൽ നിന്നുള്ള ഓർഡർ കിട്ടി. അവർ നേരെ എൻ്റെ ഓഫീസിൽ വന്ന് റെയ്ഡ് ചെയ്യാൻ തുടങ്ങി. അപ്പം കുറേ കഴിഞ്ഞപ്പോൾ ഈ ഡോക്യുമെൻ്റ് എടുക്കുന്നതിനും അപ്പോൾ തന്നെ ഒരു കോൾ വന്നു, CCTV ക്യാമറ കംപ്ലീറ്റ് എടുക്കണം, അതിൻ്റെ ഹാർഡ് ഡിസ്ക് എടുക്കണം. എന്തിനാണ്? നമ്മൾ അവിടുന്ന് ഓഫീസിൽ നിന്ന് ചില ഡോക്യുമെൻ്റ് എടുത്ത് കൊണ്ടുപോകുമ്പോൾ മോഷ്ടിച്ച് കൊണ്ടുപോകുമ്പോൾ തെളിവുണ്ടാകരുത്. അപ്പം എന്തായിരുന്നു മോഷ്ടിച്ചത്? പിണറായി വിജയൻ്റെ 10,000 കോടി രൂപയുടെ വിദേശത്തുള്ള അദ്ദേഹത്തിൻ്റെ നിക്ഷേപങ്ങളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ കള്ളപ്പണ നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള ഡോക്യുമെൻറ്റ്സാണ് എനിക്ക് കിട്ടിയിരുന്നത്. തൊട്ടടുത്ത ദിവസമാണ് എനിക്ക് മുമ്പാണ് കിട്ടിയത്. അപ്പോൾ കൃത്യമായി പിണറായി വിജയന് കിട്ടിയതിൻ്റെ കലിപ്പ് തീർക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പേരിൽ ഇങ്ങനെ ഒരു കേസ് എടുത്തിരിക്കുന്നത്, വീണ ജോർജിൻ്റെ പേരിലൊരു കേസ് എടുത്തിരിക്കുന്നത്. എന്നിട്ടോ CCTV ക്യാമറ എടുത്തതിന് ശേഷം അതേപോലെ വീണ ജോർജിൻ്റെ മരുന്നിടപാടുകളിലുള്ള കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകളുടെ രേഖകളാണ് എൻ്റെ ഓഫീസിൽ നിന്ന് എടുത്തുകൊണ്ടുപോയത്. അതിനുശേഷം അവരെന്ത് ചെയ്തു, എന്നെ രാത്രി വരെ എന്ത് ചെയ്തു, അവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി നിർത്തി. രാത്രി 12 മണിയോട് കൂടിയിട്ട് മജിസ്ട്രേറ്റ് മുമ്പ് വീഡിയോ കോൺഫറൻസ് വഴി ഹാജരാക്കി. അതിനർത്ഥം എനിക്ക് ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നെ അഡ്വക്കേറ്റ് കുറേ നേരം കാത്തു നിന്നിട്ട് യാതൊരു വിവരമില്ലാത്തതുകൊണ്ട് മടങ്ങിപ്പോയി. അങ്ങനെ എനിക്ക് ജാമ്യക്കാരും അഡ്വക്കേറ്റ് ഇല്ലാത്തതുകൊണ്ട് എന്നെ റിമാൻഡ് ചെയ്തു. സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്. IT ആക്ട് 67 ഒക്കെ പെടുത്തി കഴിഞ്ഞാൽ ഓപ്പൺ കോർട്ടിലാണ് ഇത് വാദിക്കേണ്ടി വരിക. അങ്ങനെ എനിക്ക് 5 ദിവസം കഴിഞ്ഞിട്ടാണ് ജാമ്യം കിട്ടുന്നത്. അന്ന് എന്നെ ജയിലിൽ വെച്ച് കൊല്ലാനുള്ള ചില നീക്കങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഞാനത് കോടതിയിൽ അറിയിക്കുകയും എനിക്ക് പിറ്റേ തവണ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ എനിക്ക് എന്ത് ചെയ്തു, അപ്പോൾ തന്നെ കസ്റ്റഡി വാങ്ങാൻ വേണ്ടിയിട്ട് എടുത്തപ്പോൾ അപ്പോൾ തന്നെ എനിക്കെന്ത് കിട്ടി, തിരിച്ചു കൊണ്ടുപോകുമ്പോൾ എനിക്ക് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തി കോടതി ജയിലിൽ. എനിക്ക് ജയിലിൽ പ്രൊട്ടക്ഷനോട് കൂടിയിട്ടാണ് ഈ എറണാകുളം ജില്ലാ ജയിൽ കാക്കനാട് എന്നെ ഇതാക്കിയത്. അങ്ങനെ എനിക്ക് ജാമ്യം കിട്ടി. പിന്നീട് കേസ് പഠിച്ചപ്പോഴാണ് ഇത് വീണ ജോർജും പിണറായി വിജയനും റിയാസും കൂടി ചേർന്നുണ്ടാക്കിയ ഒരു നാടകമാണ്, ഇതൊരു കള്ളക്കേസാണ്. ഇപ്പോൾ ഞാൻ അതിനെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. ഇതിൽ തീർച്ചയായും വീണ ജോർജിനെതിരെ കേസ് യാതൊരു തെളിവുമില്ലാത്ത ഒരു കള്ളക്കേസാണ്. വീണ ജോർജും സെക്രട്ടറി സജീവനും എതിരെ ഞാൻ 10 കോടി രൂപ നഷ്ടപരിഹാരത്തിന് കേസ് ഫയലിംഗ് ചെയ്യും. ആ കേസ് ഒരിക്കലും നിലനിൽക്കുകയില്ല. അതിപ്പോൾ ഹൈക്കോടതി കോഷ്യം കൊടുത്തിട്ട് ഓരോ തവണയും കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് മാറ്റി പോവുമായിരുന്നു. കേസിൽ യാതൊരു തെളിവുമില്ല എന്ന് കൃത്യമായി കോടതി നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എനിക്ക് കോഷ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീണ ജോർജിനെതിരെ ക്രിമിനൽ കേസ് കൊടുക്കും. അതിൽ 10 വർഷമെങ്കിലും അവർ കിടക്കേണ്ടി വരും. അതേപോലെ തന്നെ എനിക്ക് നഷ്ടപരിഹാരമായിട്ട് ഒരു 10 കോടിയും തരേണ്ടി വരും എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. പിണറായി വിജയനും റിയാസിനെതിരെ എനിക്ക് തെളിവുകൾ ഹാജരാക്കാനില്ലാത്തതുകൊണ്ട് ഇനി കേട്ടറിവുകൾ മാത്രമുള്ളതുകൊണ്ട് അവർക്കെതിരെ കേസ് നിൽക്കില്ല. പക്ഷേ പിണറായി വിജയൻ്റെ പ്രതികാരവും വീണ ജോർജിൻ്റെ ഈ അവരെ
അവർക്കെതിരെ നിരന്തരമായി വാർത്തകൾ ചെയ്തതും അവർ തട്ടിപ്പിനെക്കുറിച്ച് വാർത്തകൾ ചെയ്തതുമാണ് അവർക്ക് എന്നോടുള്ള വിരോധമുണ്ടായി. എന്തായാലും വീണ ജോർജ് 10 വർഷം ജയിലിൽ കിടക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നന്ദി, നമസ്കാരം.